സാൽമിയാണ് നമ്മുടെ ഈ വീട് എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഞങ്ങൾ എല്ലാവരും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് വിത്ത് ദി ഔട്ട്കം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് അങ്ങനെ തന്നെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞതിൽ. ആൻഡ് വി ഓൾ ആർ ടോട്ടലി ഹാപ്പി വിത്ത് ദാറ്റ്. നമ്മൾക്ക് സാൽമിന്ന് മെയിനായിട്ട് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ പുറത്താണ്, സിഡ്നിയിലാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഇവിടെയുള്ള കോർഡിനേഷൻ, ഒരു 5.5 hours ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ടൈമിലും ഇവരെല്ലാവരും നമുക്ക് വേണ്ടി ആ ടൈം മാനേജ് ചെയ്ത് അവൈലബിൾ ആയിട്ടിരുന്ന് നമുക്ക് വേണ്ടി അത് ഈ ഡിസൈൻ വരച്ച് അതിനെക്കുറിച്ച് ഡിസ്കഷൻസും ഇൻറ്റീരിയറിൻ്റെ ഡിസ്കഷൻസും എല്ലാം ബെസ്റ്റായിരുന്നു സാൽമയുടെ കോർഡിനേഷൻ. ആൻഡ് സാൽമിയുടെ വർക്കും ലൈക്ക് നല്ല ക്വാളിറ്റി, ഗുഡ് ക്വാളിറ്റി ആയിരുന്നു. അവർ ചെയ്ത എല്ലാ വർക്ക്സും വന്നിട്ട് മോഡേൺ ആയിരുന്നു. ആൻഡ് ഈ കോണ്ടംപററി സ്റ്റൈൽ വീടാണ് നമ്മൾ ചൂസ് ചെയ്തത്, അതിന് മാച്ച് ആകുന്ന മാതിരി ഇരുന്നു. എല്ലാം എൻഡ് ടു എൻഡ് ഓരോ ഈവൻ അപ്ലയൻസസ് ആയിക്കോട്ടെ, മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിനും അവർ ഓരോരുടെ ഇൻഡിവിജ്വൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്ത് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത്, സോ എല്ലാ ഡിസ്കഷൻസും നമ്മൾ ഒരുമിച്ചായിരുന്നു. ആൻഡ് വാട്ട് എവർ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഹാവ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആരെങ്കിലും ഒരാളുണ്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ. സാൽമിയൻ്റെ 100% പറയുവാണ്, ഇറ്റ്സ് യു ക്യാൻ ട്രസ്റ്റ് സാൽമിയ. ബിക്കോസ് അവരുടെ വർക്ക് നമുക്ക് വരച്ച് തന്നതിൽ ഞാൻ 99% എന്ന് പോലും പറയില്ല, 100% നമുക്ക് എക്സാക്ട്ലി ആ ഡ്രോയിങ്ങിൽ കണ്ടതായിട്ടാണ് നമ്മളെ വീടിരിക്കുന്നത്. നമ്മൾ ഒത്തിരി ട്രാവൽ ചെയ്യുന്നവർ, അപ്പം നമ്മൾ പാരൻസ് എല്ലാവരുമായിട്ട് ഒരു ഫാം ഹൗസ് പോയി സ്റ്റേ ചെയ്തപ്പം നമുക്ക് അവിടെ വന്നിട്ട് ഐലൻഡ് കിച്ചൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി ഐലൻഡ് കിച്ചൺ ആക്കാമെന്ന്. അങ്ങനെ നമ്മൾ ആർക്കിടെക്റ്റിനെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ ഈ കിച്ചൺ ഒന്ന് ഐലൻഡ് കിച്ചൺ ആക്കാൻ പറ്റുമോ. അപ്പം അവരും ഒത്തിരി സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യം നമ്മൾ പ്ലാൻ വരച്ച് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയ ആക്കിയെന്നുണ്ടെങ്കിലും പിന്നീട് അവരത് റിവൈസ് ചെയ്ത് പ്ലാന്. സോ ഒത്തിരി കളേഴ്സ് വേണ്ടെന്നാണ് ആർക്കിടെക്റ്റ് പറഞ്ഞത്. അത് വി ലൈക്ഡ് ഇറ്റ് ബിക്കോസ് ഒത്തിരി കളേഴ്സ് പാടില്ല. ബ്ലാക്ക്, എയ്തർ ബ്ലാക്ക് ഓർ വൈറ്റ് ഗ്ലാസ്, ആ ഒരു തീമിലാണ് നമ്മൾ കിച്ചൺ പ്ലാൻ ചെയ്തത്. നമ്മൾ ഇമാജിൻ ചെയ്ത പോലെ തന്നെ അവർ ചെയ്തു തന്നു. ലൈക്ക് കോണ്ടംപററി സ്റ്റൈലില് ഒത്തിരി കളേഴ്സ് ഒന്നും ഇല്ലാണ്ട് പ്ലസന്റ് ലുക്കിൽ തന്നെ കിച്ചൺ റെഡി ആക്കി തന്നു. കോണ്ടംപററി സ്റ്റൈൽ അവർ പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തു. അത് ആ ഒരു സ്റ്റൈൽ നമ്മൾ ചൂസ് ചെയ്തു. ആ സ്റ്റൈലിൽ തന്നെ എൻഡ് ടു എൻഡ് അവർ എന്ത് ഡെക്കോർ ആയാലും എന്ത് തന്നെ ആയാലും എൻഡ് ടു എൻഡ് അവരത് സാനിറ്ററി വെയർസ് എല്ലാം തന്നെ അവർ മാച്ച് ചെയ്ത് നമുക്ക് തന്നു. இதான் ஆக்சுவலாக எங்களோட ஃபஸ்ட்டு வீடு. அண்ட் ஃபஸ்ட் வீடும் லைக் ஒரு பெஸ்ட்டு வீடாக இருந்துச்சு ஆக்சுவலாக. ஸோ ஃபஸ்ட் அவங்க அனுப்புறது 3D டிசைன்லாம் பார்க்கும்போது வந்து பயங்கரமாக இருந்துச்சு. ஸோ நாங்கள் நினச்சோம் லைக் ஃபைனல் அவுட்புட் இதே மாதிரி வருமா அப்படின்னு. அண்ட் 100% கேரண்டியாக சொல்லுவேன், லைக் சால்மியா வந்து அவங்க வந்து லைக் பெஸ்ட்டாக கொடுத்தாங்க. ஸோ நாங்கள் எங்களுக்கு என்ன 3D டிசைன் வந்துச்சோ அதோட இது வந்து ரொம்ப பெஸ்ட்டாகவே இருந்துச்சு ஆக்சுவலாக. ஸோ இதை பார்த்து ஆக்சுவலாக நிறைய பேர் கேட்டாங்க லைக் யார் உங்களுக்கு பில்ட் பண்ணி கொடுத்தாங்க எங்கே அப்படின்னு. ஸோ நாங்கள் சொல்லியிருக்கோம் லைக் சால்மியா அப்படின்னு. ஸோ நாங்களும் 100% இது வந்து ரெக்கமெண்ட் பண்ணுவோம் எல்லாருக்குமே. സോ അവർ നമ്മളൊരു സജഷൻസ് സാൽമിയക്ക് കൊടുക്കുമ്പോൾ അവരുടെ സൈഡിൽ നിന്ന് വരുന്നത് ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. ബിക്കോസ് നമ്മൾ ചിന്തിക്കാത്തതിലും അപ്പുറത്തുനിന്നാണ് അവർ ചിന്തിക്കുന്നത്. ആദ്യം അവർ കണ്ടക്ട് ചെയ്തപ്പോൾ അവരുടെ പ്ലാനൊക്കെ ഞാൻ ചോദിച്ചു, പ്ലാനൊക്കെ എൻ്റെ സൈറ്റിനെ കാണിച്ചപ്പോൾ ഒക്കെ വരച്ച് ആ ഡിസൈനൊക്കെ എനിക്ക് പ്രസൻറ്റ് ചെയ്തു, വിത്ത് എസ്റ്റിമേറ്റോടെ പ്രസൻറ്റ് ചെയ്തു. പിന്നെ അവരോട് ഞാൻ ഒന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആദ്യം ഞാൻ പ്ലാനിൽ കണ്ടതുപോലെ ആ ഡിസൈൻ പോലെ ആ ആർക്കിടെക്റ്റ് പോലെ ഇരിക്കണം എനിക്ക് നിങ്ങൾ ഫൈനലായിട്ട് എൻ്റെ വീട് കംപ്ലീറ്റ് ചെയ്ത് തരുമ്പോൾ എന്ന് ഞാൻ അത് ഒറ്റ വാക്കേ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ അവർ എല്ലാ പാരാമീറ്റേഴ്സിലെയും നമ്മളോട് സഹകരിച്ച് നമ്മൾ എന്ത് പറഞ്ഞാലും അതനുസരിച്ച് എനിക്കൊരു നല്ല ഒരു വെരി ഗുഡ് ആർക്കിടെക്റ്റ് ആൻഡ് ഡിസൈൻ എല്ലാം ചെയ്ത് എനിക്ക് വീടിനെ കംപ്ലീറ്റ് ചെയ്ത് തന്നു.